സർ, പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പഴയ വാർഡുകളായ 9-ാം വാർഡ്, അതുപോലെ തന്നെ 10-ാം വാർഡ്, ഷാപ്പിംഗ് 1 എന്നിവിടങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയതായി പഞ്ചായത്ത് ഓഫീസിൽ ഗുണഭോക്താക്കളോ പൊതുജനങ്ങളോ പരാതി സമർപ്പിച്ചിട്ടില്ല. ആയതിൻ്റെ വസ്തുത മനസ്സിലാക്കുന്നതിനായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും വിവരങ്ങൾ അന്വേഷിച്ചതിൽ മേൽപ്പറഞ്ഞ വാർഡുകളിലെ ക്ഷേമ പെൻഷൻ വിതരണം പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് മുഖേനയാണ് നടപ്പാക്കുന്നതെന്നും പെൻഷൻ വിതരണ ചുമതലയുള്ള ജീവനക്കാരന് പനി ബാധിച്ചതിനാൽ വീടുകളിൽ കയറി പെൻഷൻ വിതരണം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും അറിയാൻ സാധിച്ചു. ഇതിനെ തുടർന്ന് ഗുണഭോക്താക്കളുടെ അഭിപ്രായ പ്രകാരം അവിടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻവശത്ത് വെച്ച് പെൻഷൻ വിതരണം ആരംഭിക്കുകയും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഗുണഭോക്താക്കളുടെ ആവശ്യാർത്ഥം പിന്നീട് സമീപത്തെ മുറിയിലേക്ക് മാറ്റുകയാണ് എന്നും അറിയുന്നു. പ്രസ്തുത മുറി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ UDF കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നും അറിയുന്നു. മുൻവശത്തെ ബോർഡ് നീക്കം ചെയ്യാതിരുന്നതിനാലാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും അറിയാൻ സാധിച്ചു. ഇപ്രകാരം പെൻഷൻ വിതരണം ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ വിതരണം നടത്തിയ പ്രസ്തുത ജീവനക്കാരനെ പെൻഷൻ വിതരണ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായും ചുമതല മറ്റു ജീവനക്കാർക്ക് വീതിച്ച് നൽകിയതായും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് എന്നിരിക്കലും ആയത് ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചോദ്യം സർ, സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും നടന്നു എന്ന് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുമോ? കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഈ ക്രമക്കേട് നടന്നത് എന്നതുകൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അവർക്കെതിരായി കൂടി നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഇത് ശരിയായ നടപടിയല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ഈ തരത്തിലല്ല നടക്കേണ്ടത് എന്ന ബോധ്യം സർക്കാരിനുള്ളതുകൊണ്ടും അത് നടത്താൻ ഇനിമേൽ അനുവദിക്കുന്നതല്ല എന്നതുകൊണ്ടാണ് സൂചന നടപടികൾ എടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇത് ഇനിയുള്ള കാലങ്ങളിൽ പരിശോധിക്കുക തന്നെ ചെയ്യും.